ജീവിതത്തിൽ ഇന്നലകളിൽ എടുത്ത റോങ് ആയിട്ടുള്ള ചില തീരുമാനങ്ങളെ ബേസ് ചെയ്തുണ്ടായ തിക്താനുഭവങ്ങളിൽപ്പെട്ട് ജീവിതകാലം മുഴുവൻ നീറി കഴിയണമെന്ന് എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ഇതിലെ മറിച്ച് മടങ്ങി വന്ന് ഒരു പുനഃക്രമീകരണം നടത്തി കർത്താവിൽ ആശ്രയിച്ചൊരു ജയജീവിതം നയിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. കുറ്റപ്പെടുത്തുന്നവരും കളിയാക്കുന്നവരും ക്രൂശിക്ക എന്ന് പറഞ്ഞ് കല്ലെറിയുന്നവരും ഒക്കെ കാണുമായിരിക്കും. പക്ഷെ ചേർത്തണയ്ക്കുന്ന യേശുവിൻ്റെ സന്നിധിയിലാണ് ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. മോർണിംഗ് ഏവർക്കും സ്വാഗതം. വീണ്ടും അനുഗ്രഹീതമായൊരു പ്രഭാതം സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായിട്ട് നൽകി തന്നു. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 10-ാമത്തെ വാക്യം. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്നവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. ഇനി പാപം ചെയ്യരുതെന്ന് യേശു പറഞ്ഞു. എത്ര അനുഗ്രഹീതമായ ഒരു സന്ദേശം! വളരെ ചുരുങ്ങിയ രീതിയിൽ, വളരെ ഗൗരവമേറിയ നിലയിൽ യേശു ഇടപെടുന്നതാ ഈ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം നമുക്കറിയാം. യേശുവിൻ്റെ കൂടെ നടന്ന, മാറോട് ചേർന്നിരുന്ന യേശുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന യോഹന്നാൻ എഴുതിയതാണ്. യേശു ദൈവപുത്രൻ എന്ന് തെളിയിക്കാനാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയത്. അതുകൊണ്ട് മറ്റു സുവിശേഷങ്ങളിൽ ഇല്ലാത്ത പല അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ സുവിശേഷത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. അതിലൊന്നാണ് ഈ ഭാഗം നമ്മൾ വായിച്ചത്. പാപിനിയായൊരു സ്ത്രീ, തെറ്റായിട്ടുള്ള ജീവിതം, ദുർനടപ്പ് നടത്തിയൊരു സഹോദരി. ആ സഹോദരി എന്ത് ചെയ്തു? അവിടെ പറയുന്നൊരു പ്രത്യേക പദമുണ്ട്. അവളെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അവൾ മാത്രമാണോ അത് ചെയ്തത്? അല്ല, അവളുടെ കൂടെ ഒരാളൂടെ ഉണ്ട് അല്ലേ? അവനെ മാറ്റി നിർത്തി അവളെ പിടിച്ചോണ്ട് വന്നു. നോക്കിയേ, എന്നിട്ട് യേശുവിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവളെ കൊണ്ടുവന്ന, വേറൊന്നിനും അല്ല. കല്ലെറിയാൻ കൊണ്ടുപോകുമ്പോൾ ഒരുത്തന് തോന്നുവാ, ബാ ഇവളെ മാത്രമല്ല യേശുവിനെ കൂടെ നമുക്കൊന്നെറിയാം, ബാ കൊണ്ടുപോവാ. അങ്ങനെ കൊണ്ടുവന്നതാ കേട്ടോ. അവർക്കറിയത്തില്ലല്ലോ യേശു എന്ന് പറയുന്നത് അവർ ചിന്തിക്കുന്ന ആളെ അല്ലെന്ന്. നോക്കിയേ, ഗുരു നീ എന്താ പറയുന്നേ? കണ്ടോ, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചു. നീ ഇവളെക്കുറിച്ച് എന്ത് പറയുന്നു? കണ്ടോ, അവളെ യഥാർത്ഥത്തിൽ കല്ലെറിയാനായിട്ട് കൊണ്ടുപോയതാ. അവളെ കല്ലെറിഞ്ഞിരിക്കും ഉറപ്പാ. പക്ഷേ അവസാന നിമിഷം യേശുവിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയിട്ട് ഇത് അവനെ കുറ്റം ചുമത്താൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതാ. 6-ാം വാക്യം. യേശു കുനിഞ്ഞു വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരിക്കുന്നു. അവർ അവനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്തേലും ഒന്ന് പറ. അവൻ നിവർന്നിട്ട്, നിങ്ങൾ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. യേശുവിൻ്റെ ശബ്ദം കേട്ടോ നിങ്ങൾ? പാപമില്ലാത്തവൻ അവളെ പിടിച്ചോണ്ട് വന്നല്ലോ. ഞങ്ങൾ എത്ര വലിയ ആളാന്ന് പറഞ്ഞുകൊണ്ട്, ഇവളെന്തോ വലിയ പാപിയാന്ന് പറഞ്ഞുകൊണ്ട്. ശരി, കല്ലുള്ളവരെല്ലാം കല്ലെടുത്തേ. ഒന്നാമത് അറിയേണ്ട ആളെക്കുറിച്ച് ഞാൻ പറയുക. നിങ്ങൾ പാപമില്ലാത്തവൻ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് തെറ്റ് സംഭവിക്കാത്തവൻ. ഹല്ലേലൂയ! എത്ര ലളിതമായിട്ട് ഈശോ ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്. 2 രീതിയിലുള്ള ആൻസറാണ് ഇവർ പ്രതീക്ഷിച്ചേ. ഒന്നുകിൽ ന്യായപ്രമാണം കറക്റ്റാ, അവളെ കല്ലെറിയുക തന്നെ ചെയ്യണം എന്ന് യേശു പറയും. ഇല്ലെങ്കിൽ ന്യായപ്രമാണം തെറ്റാ, നിങ്ങൾ കല്ലെറിയാൻ പാടില്ല, അവളെ രക്ഷിക്കണം, ഞാൻ സ്നേഹവാന് എന്ന് പറയുന്നവർ. രണ്ടും കർത്താവ് പറഞ്ഞില്ല, നിങ്ങൾ പാപമില്ലാത്തവൻ. കണ്ടോ, അടുത്ത വാക്യം നിങ്ങൾ വായിച്ചേ. ഇത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം നിമിത്തം, ഹല്ലേലൂയ, മൂത്തവരും ഇളയവരും ഓരോരുത്തരായിട്ട് വിട്ടു. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. കേട്ടോ, യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീ ശേഷിച്ചു. യേശു അവരോട് ചോദിക്കുക, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആര് ശിക്ഷ വിധിച്ചില്ലെന്ന് ചോദിച്ചു. ഇല്ല കർത്താവേ എന്നവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. ഞാൻ ചോദിക്കട്ടെ, അവൾ പിന്നെ ആ പാപ വഴി പോയി കാണുമോ? ഇല്ല.
യേശുവിൻ്റെ പ്രസൻസ്, യേശുവിൻ്റെ സാന്നിധ്യം ടോട്ടലി അവളെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇല്ലേ? ഇതാ കർത്താവിൻ്റെ സന്നിധി നടക്കുന്നത്. എല്ലായിടത്തും എല്ലാ മേഖലകളിലും രൂപാന്തരം വരുത്താൻ എൻ്റെ യേശുവിന് കഴിയും. എത്ര കൊടിയ പാപമായിരുന്നാലും യേശുവിൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ ഒന്ന് സമർപ്പിക്കാമോ, ഒന്ന് തീരുമാനത്തെ പുതുക്കാമോ, ദൈവം നിന്നെ മാനിക്കും. ആ കർത്തൃകരങ്ങളിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗീയ പിതാവേ, വളരെ ആഴമേറിയൊരു ദൈവിക ചിന്ത, വളരെ ഗൗരവമേറിയ ദൈവശബ്ദം സിമ്പിളായിട്ട് ഞങ്ങളോട് അങ്ങ് സംസാരിച്ചല്ലോ. ഈ മെസ്സേജ് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അസാധാരണമായ ചലനങ്ങൾ ഈ വചനം മൂലം ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.